ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാം ഉള്ളിലുള്ള അത്ഭുതകരമായ ഒരു ലോകത്തെക്കുറിച്ചാണ്. മനസ്സെന്ന മായാലോകം, ദ ഇല്യൂഷണറി വേൾഡ് ഓഫ് ദ മൈൻഡ്. മനസ്സ് എത്രത്തോളം വിചിത്രവും ശക്തവും ചിലപ്പോൾ ഒരു മായാലോകം പോലെ നമ്മെ തെറ്റിദ്ധരിപ്പിക്കാനും സാധ്യതയുള്ള ഒന്നാണെന്ന് നമുക്കറിയാമല്ലോ. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എന്താണ് മനസ്സ്? എന്താണ് മനസ്സ് എന്ന ചോദ്യത്തിന് ഒരു കൃത്യമായ ഉത്തരം നൽകാൻ ആർക്കും സാധ്യമല്ല. കാരണം മനസ്സൊരു ഭൗതികമല്ല, വസ്തുവല്ല. നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, ഓർമ്മകൾ, സ്വപ്നങ്ങൾ, ബോധം എന്നിവയെല്ലാം ചേർന്ന ഒരു സങ്കീർണമായ പ്രവർത്തന മേഖല മാത്രമാണ് മനസ്സ് എന്ന് നമുക്ക് ലളിതമായി പറയാം. നമ്മുടെ ഓരോ പ്രവൃത്തികളെയും നിയന്ത്രിക്കാനും ലോകത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് തീരുമാനിക്കുന്നതും ഈ മനസ്സാണ്. മനസ്സൊരു മായാലോകം പോലെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ഇനി എന്തുകൊണ്ടാണ് മനസ്സിനെ ഒരു മായാലോകം എന്ന് വിശേഷിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് പല കാരണങ്ങളുണ്ട്. ഓർമ്മകളുടെ വികൃതയാണ് ഒന്നാമത്തെ കാരണം. നമ്മുടെ ഓർമ്മകൾ പലപ്പോഴും പൂർണ്ണമായും കൃത്യമായിരിക്കണമെന്നില്ല. കാലക്രമേണ അവയിൽ മാറ്റങ്ങൾ വരാം, ചില ഭാഗങ്ങൾ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അനുസരിച്ച് അവ രൂപമാറ്റം വരാം. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നത് പോലും ഒരുതരം മിഥ്യാബോധം പോലെയാകാം. പിന്നെ അടുത്തത് വികാരങ്ങളുടെ സ്വാധീനമാണ്. നമ്മുടെ വികാരങ്ങൾ നമ്മുടെ ചിന്തകളെയും കഷ്ടപ്പാടുകളെയും വളരെയധികം സ്വാധീനിക്കും. സന്തോഷത്തിലായിരിക്കുമ്പോൾ ലോകം കൂടുതൽ മനോഹരമായി എന്ന് തോന്നാം. ദുഃഖത്തിലായിരിക്കുമ്പോൾ എല്ലാം ഇരുണ്ടതായും നമുക്ക് തോന്നാം. ഈ വികാരങ്ങൾ നമ്മുടെ യഥാർത്ഥ ബോധത്തെ മറയ്ക്കാൻ സാധ്യതയുണ്ട്. വിശ്വാസങ്ങളും മുൻധാരണകളുമാണ് അടുത്തത്. നമുക്ക് ഓരോരുത്തർക്കും ലോകത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ചും ചില വിശ്വാസങ്ങളും മുൻധാരണകളും ഉണ്ടാവും. ഈ ചിന്തകൾ പുതിയ വിവരങ്ങളെ പോലും നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിനെ സ്വാധീനിച്ചിരിക്കും. ചിലപ്പോൾ തെറ്റായ വിശ്വാസങ്ങൾ നമ്മെ യാഥാർത്ഥ്യത്തിൽ നിന്ന് അകറ്റിയെന്നും വരാം. അടുത്തത് ചിന്തകളുടെ ശക്തിയാണ്. നമ്മുടെ മനസ്സിൽ തുടർച്ചയായി ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. ഈ ചിന്തകൾ പലതും യാഥാർത്ഥ്യവുമല്ല. അടുത്തത് പരസ്പരം ബന്ധമില്ലാത്തവയുമാകാം. അതായത് ഭാവനകൾ, ഭയങ്ങൾ, ആശങ്കകൾ. ഈ ചിന്തകൾ നമ്മെ ഒരു പ്രത്യേക ലോകത്തേക്ക് തളച്ചിടുകയും വർത്തമാനകാലത്ത് നിന്ന് നമ്മളെ അകറ്റിക്കളയുകയും ചെയ്യും. അടുത്തതായിട്ട് സ്വപ്നങ്ങളുടെ ലോകമാണ്. ഉറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ മനസ്സിൻ്റെ ഒരു മാന്ത്രിക ലോകമാണ്. അവിടെ യാഥാർത്ഥ്യത്തിന് സ്ഥാനമില്ല. സമയം, സ്ഥലവും നിയമങ്ങളുമില്ലാത്ത ഒരു വിചിത്രമായ ലോകം നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കപ്പെടുന്നു. അടുത്തത് മാനസികാവസ്ഥയാണ്. ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയ മാനസികാവസ്ഥകളിൽ നമ്മുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കും. ഈ അവസ്ഥകളിൽ ലോകം നമുക്ക് ഭീകരവും നിരാശാജനകവുമായി തോന്നാം. യഥാർത്ഥത്തിൽ അങ്ങനെയല്ലെങ്കിൽ പോലും. അടുത്ത മനസ്സിനെ എങ്ങനെ മനസ്സിലാക്കുക എന്നതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ ഈ മാന്ത്രിക ലോകമായ മനസ്സിനെ നമുക്ക് കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെ? ഒന്ന്, സ്വയം നിരീക്ഷിക്കുക. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ശ്രദ്ധിക്കുക. എപ്പോഴാണ് നമ്മുടെ മനസ്സ് ഒരു പ്രത്യേക രീതിയിൽ പ്രതികരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 2, ധ്യാനം അഥവാ മെഡിറ്റേഷൻ. ധ്യാനം പോലുള്ള പരിശീലനത്തിലൂടെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും ചിന്തകളെ ഒരു സ്വാഭാവികത്തോടെ കാണാനും നമുക്ക് സാധിക്കും. അടുത്തത് പുസ്തകങ്ങൾ വായിക്കുക എന്നതാണ്. മനഃശാസ്ത്രം, തത്വചിന്ത തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുന്നത് മനസ്സിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും. അടുത്തത് സംസാരിക്കുക എന്നതാണ്. വിശ്വസ്തരായവരുമായി നമ്മുടെ ചിന്തകളും വികാരങ്ങളും പങ്കുവയ്ക്കുന്നത് മാനസികപരമായ ഭാരം കുറയ്ക്കാനും പുതിയ കാഴ്ചപ്പാടുകൾ സൃഷ്ടിക്കാനും നമ്മളെ സഹായിക്കും. നമ്മുടെ മനസ്സെന്ന് പറയുന്ന ഒരു അത്ഭുത ലോകമാണ്. എന്നാൽ ചില സമയങ്ങളിൽ അത് നമ്മളെ ഒരു മായാലോകത്തിലേക്ക് എന്ന പോലെ തെറ്റിദ്ധരിപ്പിക്കാനും സാധ്യതയുണ്ട്. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും കുറിച്ച് ബോധവാന്മാരായിരിക്കുന്നതിലൂടെ
മനസ്സിനെ കൂടുതൽ നന്നായി മനസ്സിലാക്കുന്നതിലൂടെയും നമുക്ക് ഈ മാന്ത്രിക ലോകത്തെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാനും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാനും നമുക്ക് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.